Good morning. Good morning. Let us start with the classes today. Management. And it is not a new paper for you. You have studied management before. The first part and all deals with the same concepts, same things. I have not given any syllabus for you. The syllabus will be given today itself. That I'll take and give. So take a note. Write lecture notes. View the class and write lecture notes. Clear? അപ്പോൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുന്നതിൻ്റെ മുന്നേ ക്ലാസ് നല്ലോണം ശ്രദ്ധിച്ച് ഒരു ബുക്കിൽ മെയിൻ പോയിൻറ്റ്സ് എഴുതി വയ്ക്കുക. ക്ലിയർ? ആൻഡ് ദെൻ റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മോഡ്യൂൾസ് പറയുമ്പോൾ ആദ്യത്തെ മോഡ്യൂളും രണ്ടാമത്തെ മോഡ്യൂളും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. അതായത് ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ക്ലിയർ? കോർഡിനേഷൻ, ലീഡർഷിപ്പ്, അതൊക്കെ നമ്മൾ +1 +2 പഠിക്കുന്നതാണ്. തേർഡ് മോഡ്യൂൾ തൊട്ടിട്ട് ഇറ്റ്സ് ലിറ്റിൽ ഡിഫറെൻറ്റ് ബിക്കോസ് യു ഹാവ് ബിസിനസ് എത്തിക്സ് ആൻഡ് ദ തേർഡ് മോഡ്യൂൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ദ ഫോർത്ത് മോഡ്യൂൾ, and the fifth module deals with some new concepts in management. Clear? നമ്മൾ ആ പാർട്ടൊന്നും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഐ എം നോട്ട് ക്വൈറ്റ് ഷുവർ ഓഫ് ദാറ്റ്. ബട്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ ഇസ് കംപ്ലീറ്റ്. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ നിങ്ങൾക്കൊരു ഇറ്റ് ഈസ് ലൈക്ക് എ റിവിഷൻ ഫോർ യു. വാട്ട് യു ഹാവ് സ്റ്റഡീഡ് വി ആർ റിവൈസിങ്. ആൻഡ് വൺ തിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ദിസ് ഇസ് എ കോളേജ് ആൻഡ് എവറിഥിങ് വിൽ നോട്ട് ബി സ്പൂൺ ഫീഡഡ് ടു യു. You have to raise your level of standard. Clear? So look upon to the teachers. Take that as just an aid for learning. And you can refer to many other materials. Many things are there in the library. Many are there in the web net. All that. So this is just an outline of what we are providing in the class. And remember one thing. You will have to write a lot to get marks. എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, തിയറി പാർട്സിൽ നന്നായി എഴുതിയാൽ തന്നെയാണ് മാർക്ക് കിട്ടുള്ളൂ. ലൈക്ക് പിന്നെ ഒരു 15 മാർക്സിൻ്റെ എസ്സേ ഒരു പേജ് 2 പേജ് എഴുതി വെച്ചാൽ യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് എനി മാർക്ക്. സോ ഗെയിനിങ് മാക്സിമം മാർക്ക് ഇൻ ദ ഫസ്റ്റ് സെമസ്റ്റർ സബ്ജക്ട്സ് ഇസ് എ പ്രൈം മോട്ടീവ്. സോ കറക്റ്റ് ടൈമിൽ എക്സാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡെയിലി വാച്ച് ചെയ്യുക ലെസൺസ്. ഇറ്റ് ഈസ് ലൈക്ക് അറ്റൻഡിങ് ക്ലാസ്സസ്. ക്ലിയർ? സോ ലെറ്റ് us start with the term management today. What is management? What do you know about management? Like we know is the art of getting things done through people. അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു ഓർഗനൈസേഷനായ പീപ്പിൾ വിൽ വർക്ക് ടുഗെദർ ടു അച്ചീവ് ദ കോമൺ ഗോൾസ്. ക്ലിയർ? സോ ഓർഗനൈസേഷൻ കനോട്ട് ബി സക്സസ്ഫുൾ if you are not able to manage. Clear? So it is very essential that management is a important concept in an organization. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഇതിൽ. കോർഡിനേറ്റ് ചെയ്യാനാണെങ്കിലും കൺട്രോൾ ചെയ്യാനാണെങ്കിലും ഒരു ലീഡർഷിപ്പ് സ്കില്ലിനാണെങ്കിലും ഫോർ എവറിത്തിങ് വി നീഡ് മാനേജ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് വൈ എസെൻഷ്യലി ദാറ്റ് മാനേജ്മെൻറ്റ് ഹാസ് ബിക്കം എ സബ്ജക്റ്റ് ബിക്കോസ് യു നീഡ് ടു നോ ഹൗ യു മാനേജ് പീപ്പിൾ. Without knowing the concepts of management, we are managing people, right? So let us see what is the meaning of the term management. Clear? It is a process of. So let us see either organization anengilum, all the business organization, whether it is a sole proprietorship, whether it is a partnership, a company, and a corporate organization, hospitals, service sectors are there, educational institutions. Clear? Everything need management to run the activities. To run their activities, they need to manage people. Managing people alone is not enough. And managing things in a proper way, seeing that all the people are in their proper places. Clear? And to meet the standards, to have an effective understanding. For everything you need management. So that is the essential of management. Clear? So let us see some of the important persons
in the field of management. നമ്മളെപ്പോഴും important persons എന്ന് പറയുമ്പോൾ I can give you some clues. ഫേമസ് ആയിട്ട് മാനേജ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ച് പറയാം. നമ്മളുടെ സ്പീക്കിംഗ് അബൌട്ട് ഇന്ത്യ, I can say the founder of Reliance Industries. Clear? Reliance Industries-ന്റെ ഫൗണ്ടർ ട്രസ്റ്റിയാണ് പറയണത്. Clear? Reliance Industries. So who's the founder of Reliance Industries? The founder of Reliance Industries is Dhirubhai Ambani. So Ambani is the person. His success depends upon his management skill. Clear? It is not because of the experience, it is not because of the qualification he would have extended, but because of the expenses that he has generated. Clear? So that is an important point that we need to note. Is it clear for you? And let us speak about the Infosys chairman, Naren Murthy. Clear? And famous IT company in the world, Microsoft. Who's the pioneer person behind that? Bill Gates. Right? And again, I can say another manager who is a founder of Apple Industries. He became a famous leader, Steve Jobs. So it is your assignment to find out 5 different persons and their peculiarity features. Clear? 5 different pioneers in the field of management with their peculiarity features other than these 5. Clear? Okay? And let us see what is management. It's the art of getting things done through others. Or you can say that Harold Kuhns has defined how he has defined management. He has defined management as art of getting things done through and with the help of people in formally organized groups. Clear? Management is the art of getting things. Clear? Art of getting things done through and with people in formally organized groups. In formally organized groups. Clear? ഈ ഒരു definition you need to understand. ഇനി ഒരുപാട് definitions ഉണ്ട്. From these definitions, what you can say about management? It consists of, what is management? The concepts of management എന്താണ്? It is an discipline. What are the other concepts of management? അപ്പോൾ concepts of management എന്ന് പറയുമ്പോൾ, management is an economic resource. You can say that management is an economic resource. കാരണം management is ഒരു പ്രൊഡക്റ്റീവ് ഫാക്ടറാണ് അല്ലേ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു എക്കണോമിക് റിസോഴ്സാണ്, എക്കണോമിക് ഫാക്ടറാണ് മാനേജ്മെൻറ്റ്. ക്ലിയർ? മാനേജ്മെൻറ്റ് ഇസ് you can say that management is a discipline. ക്ലിയർ? മാനേജ്മെൻറ്റിനെ ഡിസിപ്ലിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് അതേഴ്സ്, ഇറ്റ് ഈസ് എ പ്രോസസ് അല്ലേ? മാനേജ്മെൻറ്റ് എപ്പോഴും ഒരു പ്രോസസ്സായിട്ടുള്ള കൺസിഡറേഷനാണ്. പ്രോസസ്സാണ് നമുക്ക് കുറച്ചും കൂടിയും ചേരുക. കാരണം ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, പ്ലാനിങ് ഉണ്ടാവും, ഓർഗനൈസിങ്, ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസാണ്. നിങ്ങൾ പഠിച്ച എല്ലാതും ഇറ്റ് ക്യാൻ ബി റിഗാർഡഡ് ആസ് മാനേജ്മെൻറ്റ് ഇസ് എ പ്രോസസ്. ആൻഡ് മാനേജ്മെൻറ്റ് ഇസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ആർട്ട് അല്ലേ? നമ്മളെപ്പോഴും പറയും ഇറ്റ് ഈസ് എ കൺസിഡേർഡ് ആസ് എൻ ആർട്ട്. വൈ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ആർട്ട്?
ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് അതുമായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ടോ? മാനേജ്മെൻറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ പ്രൊഫഷൻ. ക്ലിയർ? മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്. ക്ലിയർ? സോ മാനേജ്മെൻറ്റ് ആസ് എ ടീം, ഒരു ടീം വർക്കാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ആൻഡ് ഇറ്റ് ഈസ് എ ഹ്യൂമൻ പ്രോസസ്. കാരണം ഗോൾസ് അച്ചീവ് ചെയ്യണത് ഇറ്റ് ഈസ് വിത്ത് പീപ്പിൾ. The cooperation of everyone is necessary. Decision has to be taken at every level. So it can be considered as a human process. Clear? നീ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഔട്ട്ലൈനാണ് ഐ എം ഗിവിങ് യു. ക്ലിയർ? ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. ഇൻ്റർപേഴ്സണൽ ആക്ടിവിറ്റി ആവും. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? വിത്തിൻ പേഴ്സൺസ് യു ഹാവ് ടു ഇൻറ്ററാക്ട്. ഡിസിഷണൽ ആക്ടിവിറ്റിയാണ്, ഡിസിഷൻസ് എടുക്കണം. ഇറ്റ് ഈസ് എൻ ഇൻഫോർമേറ്റീവ് ആക്ടിവിറ്റി. സോ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എൻ ആക്ടിവിറ്റി. ക്ലിയർ? ആൻഡ് ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് പ്രോസസ്. വെറും പ്രോസസ്സ് അല്ല എന്ന് പറഞ്ഞു, ഹ്യൂമൻ പ്രോസസ്സാന്ന് പറഞ്ഞു. എഗെയിൻ ഐ എം സേയിങ് ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് പ്രോസസ്. അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? സോ നമ്മൾ ആ ഒരു ഇത്രയാണ് നമ്മൾ കൺസെപ്റ്റ്സ് പറയണത്. ഈ രീതിയിലൊക്കെ മാനേജ്മെൻറ്റിനെ വ്യൂ ചെയ്യേണ്ടത്. ഒരു എക്കണോമിക് റിസോഴ്സായിട്ട് മാനേജ്മെൻറ്റിനെ കാണുന്നുണ്ട്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എൻ ഡിസിപ്ലിൻ. ഇറ്റ് ഈസ് എ പ്രോസസ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എൻ ആർട്ട്, പ്രൊഫഷൻ, ടീം വർക്കാണ്, ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി. ഫൈനലി ഇറ്റ് ഈസ് എ ക്രിയേറ്റീവ് പ്രോസസ്. Clear? And what are the features? From this, what are the features that you can consider about management? എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുക? ഈ ഒരു ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞേന്ന് ഫീച്ചേഴ്സ് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലേ? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് ഫീച്ചർ നമുക്ക് പറയാൻ പറ്റും. വൈ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി? ഒരുപാട് പേരുണ്ട്. വൺ കനോട്ട് അച്ചീവ് അലോൺ. ഇറ്റ് ഈസ് എൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ക്ലിയർ? ടുവേർഡ്സ് എ കോമൺ ഗോൾ. മാനേജ്മെൻറ്റ് മേക്സ് ദ പീപ്പിൾ റിയലൈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഗ്രൂപ്പ്. ആൻഡ് നമ്മൾ പറയണത് തന്നെ എങ്ങനെയാണ്? ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. സോ ഓൺലി വിത്ത് എ ഗ്രൂപ്പ് വർക്ക് ദിസ് മാനേജ്മെൻറ്റ് ഇസ് പോസിബിൾ. Clear? And next feature is that it is a goal oriented one. ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അടുത്തത്. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് തിങ് വാട്ട് വി ഹാവ് ടോൾഡ് ഇസ് ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് പറഞ്ഞത്. സെക്കൻഡ് ഇസ് ഗോൾ ഓറിയൻറ്റഡ്. ക്ലിയർ? എപ്പോഴും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഗോൾ ഉണ്ടാവും, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടാവും. വിത്തൗട്ട് എനി ഒബ്ജക്റ്റീവ് ദർ ഇസ് നോ മാനേജ്മെൻറ്റ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഇറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എക്കണോമിക് ആക്ടിവിറ്റി ആയത്. ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, this management is also a factor of production. കാരണം ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ വേറെ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമാണ്. ഇവിടെ അതെ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും കൺട്രോൾ ചെയ്യാൻ മാനേജ്മെൻറ്റ് കൂടിയേ പറ്റൂ. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ക്ലിയർ? ആൻഡ് യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ നേച്ചർ. പഴയ പോലെയല്ല, എക്സ്പീരിയൻസ് ഒക്കെ ഒരു മാറ്ററാണ്, എന്നാലും യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് യൂണിവേഴ്സൽ. മാനേജ്മെൻറ്റിൻ്റെ തിയറീസൊക്കെ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എവിടെയൊക്കെ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടോ അവിടെയൊക്കെ മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ക്യാൻ ബി അപ്ലൈഡ് ഇൻ എനി ഓർഗനൈസേഷൻ, എനി ബിസിനസ്. ഐ മീൻ സോഷ്യൽ ആയാലും റിലീജിയസ് ആയാലും കൾച്ചറൽ ആയാലും എനി ഓർഗനൈസേഷൻ യു ക്യാൻ അപ്ലൈ ദ തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് ഹാസ് എ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, റൈറ്റ്? And next important feature is that it is needed at all levels. Clear? It is needed at all levels. എല്ലാ ലെവൽസിലും നമുക്ക് ആവശ്യമാണ്.
എല്ലാ ലെവൽസിലും ഇറ്റ് ഈസ് നീഡഡ്. ഇവിടെ എത്തുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ലെജിബിൾ ഐ തിങ്ക്. ഓക്കെ, സോ ഇറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ്. എല്ലാ ലെവൽസിലും ഇറ്റ് ഈസ് നെസസറി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പ് ലെവൽ ആവാം, മിഡിൽ ലെവൽ ആവാം, ബോട്ടം ലെവൽ ആവാം, ഏത് ലെവലിലായാലും ഇറ്റ് ഈസ് നീഡഡ്. ഇത് നെസസറി ആണ് എന്നുള്ളതാണ്. ക്ലിയർ? ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്. അത് ഫീച്ചർ, അടുത്ത ഫീച്ചറാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കൺസെപ്റ്റ്സ് പറയുമ്പോൾ ഞാൻ അധികം പറയാതിരുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ക്ലിയർ? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എന്താ? പ്ലാനിങ് കഴിഞ്ഞാലാണ് ഓർഗനൈസിങ് കഴിഞ്ഞാലാണ് കൺട്രോളിങ്. അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഐ മീൻ ഓർഗനൈസിങ് കഴിഞ്ഞാൽ സ്റ്റാഫിംഗ് ആണ്, സ്റ്റാഫിംഗ് കഴിഞ്ഞാൽ കോർഡിനേറ്റിംഗ് ആണ്, അത് കഴിഞ്ഞാലാണ് കൺട്രോളിങ്. സോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ്, ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്. Clear? And also you can say that it is a social process. സോഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എങ്ങനെ അതിനെ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്? ഹ്യൂമൻ ബീയിങ്സിനെയാണ് ഡീൽ ചെയ്യുന്നത്. സോ മാനേജ്മെൻറ്റ് എപ്പോഴും ഒരു സോഷ്യൽ പ്രോസസ്സാണ്. കാരണം സോഷ്യൽ ഓബ്ലിഗേഷൻസ് ഉണ്ട് നമുക്ക്. ബെറ്റർമെൻറ്റ് ഓഫ് ദ സൊസൈറ്റി, ബെറ്റർമെൻറ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ക്ലിയർ? സോ യു ഹാവ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ എൻ്റർപ്രൈസ്, you have responsibility to the community, and finally to the country at large. Clear? അപ്പോൾ പിന്നെ it is regarded as a social process because you're dealing with people ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യണത്. Clear? It is a system. Another feature is that it is a system of authority. System of authority ആയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റിനെ കാണുന്നത്. Clear? അപ്പോൾ നോർമലി സിസ്റ്റം ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡയറക്റ്റ് ചെയ്യുക, നമ്മൾ ആരെയാണോ ഡയറക്റ്റ് ചെയ്യണത്. അപ്പം നമുക്ക് അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാളോട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതോറിറ്റി ഈസ് എ പവർ ടു ഗെറ്റ് ദ വർക്ക് ഡൺ ഫ്രം അതേഴ്സ് ആൻഡ് ടു കമ്പൽ ദം. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതാണല്ലോ, എനിക്ക് നിങ്ങളെ കമ്പൽ ചെയ്തിട്ട് നിങ്ങളെക്കൊണ്ട് ഇതിൻ്റെ അസൈൻമെൻറ്റ് ചെയ്യിക്കാം. ബിക്കോസ് ഐ എം ഓതറൈസ്ഡ് ടു ഡു ദാറ്റ്, ഐ ഹാവ് ദാറ്റ് അതോറിറ്റി. അതേപോലെ തന്നെ മാനേജർ ഹാസ് ദ അതോറിറ്റി ഫോർ എവറിത്തിങ്. ഐ മീൻ മാനേജർ ഷുഡ് സീ ദാറ്റ് ദ വർക്ക് ഇസ് ഡൺ. ക്ലിയർ? മാനേജ്മെൻറ്റ് കനോട്ട് ബി പെർഫോംഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് അതോറിറ്റി. സോ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അതോറിറ്റി. എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ആവണമെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ആവണം. സോ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി is a chain. Clear? അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്താൽ മാത്രമേ റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതോറിറ്റി മസ്റ്റ് ബി ദെയർ വിത്ത് ദ മാനേജ്മെൻറ്റ്. ക്ലിയർ? ആൻഡ് ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. ഫീച്ചർ എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാവും മിക്ക ഫീച്ചേഴ്സും. എന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എഴുതിയിരുത്താൽ മതി. മാനേജ്മെൻറ്റ് ഒരു ഡൈനാമിക് ഫങ്ഷനാണ് ബിക്കോസ് ഇറ്റ് ഈസ് പെർഫോംഡ് കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്യാണ്. എന്താ? മോൾഡിങ് ദ എൻ്റർപ്രൈസ്. ബിസിനസ് എൻവയൺമെൻറ്റിന് ഐ മീൻ ബിസിനസ്സിൽ എന്നും ചേഞ്ചസ് ഉണ്ടാവും, എന്നും ഫാഷൻ ചേഞ്ച്, അത് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മോൾഡിങ് ആണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഡൈനാമിക് പ്രോസസ് ബിക്കോസ് ഇറ്റ് ഈസ് നെവർ എൻഡിങ്. ഇറ്റ് ഈസ് എ എവർ എൻഡിങ് കണ്ടിന്യൂസ് ഫങ്ഷൻ. ക്ലിയർ? അതുകൊണ്ടാണ് അതിനെ ഡൈനാമിക് എന്ന് പറയുന്നത്. ക്ലിയർ? It is art as well as science. Art and science. എന്താണ് ആർട്ട്, എന്താണ് സയൻസ്? മാനേജ്മെൻ്റ് ഒരു സയൻസ് ആക്കുന്നത് സെർട്ടൈൻ പ്രിൻസിപ്പിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്തതൊക്കെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അക്യൂറസി, എന്താണ് സയൻസ്, എന്താ ആർട്ട് എന്നൊക്കെ തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ചു തന്നെയാണ്. സോ മാനേജ്മെൻറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ബോത്ത് ആസ് എൻ ആർട്ട് ആൻഡ് സയൻസ്. കാരണം ആർട്ട് എന്താ, സയൻസ് എന്താ? ആർട്ട് എന്ന് പറഞ്ഞാൽ സ്കില്ലാണ്. മാനേജർ ആയാലും എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ആ ഒരു സ്കില്ല് ജനറേറ്റ് ചെയ്യണത്. അപ്പോൾ മാനേജ്മെൻറ്റ് എപ്പോഴും ആർട്ടും സയൻസും ആണ്. എക്സാക്ട്ലി ഫിസിക്കൽ സയൻസോ അല്ലെങ്കിൽ ഐ മീൻ പ്യുവർ സയൻസിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടാവില്ല. ബിക്കോസ് യു ആർ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്, ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എൻ ഇൻഎക്സാക്ട് സയൻസ് ഓർ സോഷ്യൽ സയൻസ്. ഇറ്റ് ഈസ് ഇൻ എൻ ഇവല്യൂഷണറി സ്റ്റേജ്. ക്ലിയർ? മാനേജ്മെൻറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ. വാട്ട് ഈസ് ഇൻടാഞ്ചിബിലിറ്റി? എന്തുകൊണ്ടാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയണത്? എന്താ ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? You cannot see management. It can be only felt
in the form of results. It cannot be seen. Clear? നമുക്ക് ഒരു ഡിസയേർഡ് ക്വാണ്ടിറ്റി, ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല, നമുക്ക് പറയാൻ പറ്റും മാനേജ്മെൻറ്റ് മോശമാണ് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അല്ല, പുവർ മാനേജ്മെൻറ്റ്. ദ മാനേജർ ഇസ് നോട്ട് ദാറ്റ് എഫിഷ്യൻറ്റ്. സോ മാനേജ്മെൻറ്റ് കനോട്ട് ബി സീൻ, ബട്ട് ഇറ്റ് ക്യാൻ ബി ഫെൽറ്റ് ത്രൂ ദ റിസൾട്ട്സ്. Through the results, you will be able to diagnose how effective the management is. Clear? And next is management is multidisciplinary. Multidisciplinary ആണ് മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് മൾട്ടിഡിസിപ്ലിനറി? എല്ലാ ഫീൽഡ് ഓഫ് നോളേജിൽ നിന്നും എല്ലാ ഫീൽഡ് ഓഫ് നോളേജിൽ നിന്നും മാനേജർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും സൈക്കോളജി ആയാലും എക്കണോമിക്സ് ആയാലും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ പല ഫീൽഡിൽ നിന്നും നോളേജ് ഡ്രോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻറ്റഗ്രേഷനാണ് മാനേജ്മെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ. ക്ലിയർ? ആർട്ടും സയൻസും പറഞ്ഞ പോലെ തന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെൻ്റ് ഒരു പ്രൊഫഷനാണോ അല്ലയോ, വാട്ട് ഈസ് പ്രൊഫഷൻ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ദിസ് എൻ ഇസ് നോട്ട് വർക്കിംഗ്. സോ പ്രൊഫഷനായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണത് മാനേജ്മെൻറ്റിനെ. ക്ലിയർ? അപ്പോൾ ആ മാനേജ്മെൻറ്റ് പ്രൊഫഷൻ ആവാനുള്ള സാധ്യത എന്താണ്? ഇന്ന് മാനേജ്മെൻറ്റ് ഒരു എമേർജിങ് പ്രൊഫഷനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ? അപ്പോൾ എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും ഭയങ്കര ഹൈ ആണ് മാനേജറെ സംബന്ധിച്ചിടത്തോളം. ഇഫക്റ്റീവാണ് മാനേജറുടെ റോൾസ് എല്ലാം. എഫിഷ്യൻസി ഉണ്ടാവണം, രണ്ടും ഉണ്ടാവണം. ഇത് രണ്ടും ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ബാലൻസിങ് ബോത്ത് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാസ്റ്റ് പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് ദ മാനേജ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കിയത്. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഇറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് യൂണിവേഴ്സൽ, ഇറ്റ് ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ്, ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സോഷ്യൽ പ്രോസസ്. സിസ്റ്റം ഓഫ് അതോറിറ്റി ഈസ് ദെയർ ഇൻ മാനേജ്മെൻറ്റ്. ഡൈനാമിക് ആണ്, ആർട്ട് ആൻഡ് സയൻസ് ആണ്, ഇൻടാഞ്ചിബിൾ ആണ്, multidisciplinary ആണ്, it is considered as a profession. And finally the effectiveness and efficiency of is balanced by the management for better results. Clear? ആ ഒരു എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും ബാലൻസ് ചെയ്യാം. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? അച്ചീവിങ് ദ ടാർഗറ്റ് ഓൺ ടൈം. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. കാരണം ഒരു എഫക്റ്റീവ്നെസ് മാത്രം ഉണ്ടായാൽ പറ്റില്ല, എഫിഷ്യൻസി മാത്രം ഉണ്ടായാൽ പറ്റില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടായാൽ മാത്രമേ ടാർഗറ്റ്സ് ക്യാൻ ബി അച്ചീവ്ഡ് ഈസിലി. Clear? So we have started with the management classes today, and we have just seen what is management and basically what are the features of management. ഇന്നത്തെ ക്ലാസ്സിൽ ആ രണ്ട് പാർട്ട് മാത്രമേ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളൂ. Please see the video. Please watch the video. Have a thorough understanding of the concept and be back to the class. Okay? Clear? Bye.